നിങ്ങളൊരു ബിഗിനർ ക്രിപ്റ്റോ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിറ്റ് കോയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് പല ടൈപ്പ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ബാക്കി എല്ലാ കറൻസിയിലും ഉണ്ടാവും. സോ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ നിങ്ങൾ എത്ര പൈസയാണുള്ളത് ആ പൈസക്ക് അനുപാതമായിട്ട് ബിറ്റ് കോയിൻ മേടിക്കുന്നതാണ് നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല മെത്തേഡ്. അല്ല മറ്റേ ക്രിപ്റ്റോയിലേക്ക് പോകണമെങ്കിൽ ബിറ്റ് കോയിൻ ഇടുകയോ അല്ലെ ബിറ്റ് കോയിൻ കൂടുകയോ ചെയ്യുന്നതനുസരിച്ചാണ് ബാക്കിയുള്ളത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. സോ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി അത് ഒറിജിനലാണോ നോക്കാം. ഇപ്പോൾ കറൻറ്റിൽ കുറേ ഫേക്ക് ആപ്സ് വന്നിട്ടുണ്ട്. അവരുടെ സ്വന്തമായിട്ട് പേരിൽ കുറേ ഫേക്ക് ക്രിപ്റ്റോ കറൻസീസ് അത് ഇറക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഒരു വാക്ക് കേട്ട് ആ ആപ്പിൽ പോയി ആ ക്രിപ്റ്റോ കറൻസി മേടിച്ചു എന്ന് വെച്ച് അത് ജെന്യുവൻ ആവണമെന്നില്ല. സോ ഫസ്റ്റ് നിങ്ങൾ ആ കറൻസി ഉള്ളതാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം കറക്റ്റ് നല്ലതാണോ എന്ന് ഗൂഗിളിൽ നോക്കാം. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വന്ന മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ വാലറ്റ്. നിങ്ങൾ വാലറ്റ് ക്രിപ്റ്റോ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ് കീ തരും. ആ പാസ് കീ എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സ് ആയിരിക്കും. ഈ വേർഡ്സ് ഒരു 10-15 ഉണ്ടാവും, 15-20 ഉണ്ടാവും. ഈ വേർഡ്സ് നമ്മൾ കൂടുതൽ പേര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് നമ്മുടെ ഓൺലൈൻ ഈ ജിമെയിലിൻ്റെ ഡ്രൈവിലോ അല്ലെങ്കിൽ ഫോണിലോ സ്റ്റോർ ചെയ്ത് വയ്ക്കും. സോ അത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരമാണ്. നമ്മൾ ഒരിക്കലും ക്രിപ്റ്റോയുടെ ഐഡിയ ഒന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വയ്ക്കാൻ പാടില്ല. അത് ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഒരു എക്സ്റ്റേണൽ പെൻ ഡ്രൈവോ എന്തെങ്കിലും എടുത്ത് അതിൽ സേവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ എഴുതി വെച്ച് ആ ബുക്ക് സേഫായിട്ട് നമ്മുടെ വീട്ടിലോ ലോക്കറിലോ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുക. ഒരിക്കലും ഈ പാസ് കീ കൊണ്ടുപോയി നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഏത് സ്ഥലത്തും ലാപ്ടോപ്പിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നിൽ ഇടാണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ ആ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഈ കീ എടുക്കാനും പറ്റും, നിങ്ങളുടെ ബിറ്റ് കോയിൻ ഫുള്ളായിട്ട് അവർക്ക് വേലേക്ക് മാറ്റാനും പറ്റും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ.